നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാനിയെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും അവരുടെ ശക്തിക്ക് എന്തെങ്കിലും ക്ഷീണം പറ്റിയാൽ പിന്നെ സവർണ ഫാസിസത്തെ എതിർക്കാൻ ആരും ഉണ്ടാവില്ല. കേരളത്തിൽ മാത്രം പേരുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ 2% വരുന്ന ക്രിസ്ത്യൻ സമുദായത്തിനോ അതല്ലെങ്കിൽ പിന്നെ അശക്തരായ പിന്നോക്ക വിഭാഗങ്ങൾക്കോ അശക്തരായ ദളിതുകൾക്കൊന്നും പറ്റില്ല. അപ്പോൾ ആകെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയിലെ 20% വരുന്ന മുസ്ലിം സമുദായവും രണ്ടും ശക്തമായിട്ട് നിന്നാൽ മാത്രമേ അവരുടെ കൂടെ മറ്റുള്ള ചേരുമ്പോൾ ഇടിച്ചതിനെ അരിച്ചത് പോയാവും. അതൊരു ശക്തിയാണ്. അങ്ങനെ ഫാസിസത്തെ എതിർക്കാൻ പറ്റും. ഇതില്ലെങ്കിൽ എതിർക്കാൻ പറ്റില്ല. ഇത് പറയാൻ കാരണം ഏതോ ഒരു ക്രിസംഖ്യയാണ് തോന്നുന്നു, ഒരു ക്രിസ്ത്യൻ നിയമം പറയുന്നത് വച്ച് ഒരു ഇത് കണ്ടെന്ന്. എത്ര മോശമായിട്ടും എത്ര അപക്വമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും കോൺഗ്രസ് പാരമ്പര്യത്തെയും ആക്രമിച്ചിരിക്കുന്നത്. ഞാൻ അന്ധമായ കോൺഗ്രസ് വിരോധിയല്ല, അന്ധമായ കോൺഗ്രസ് സ്നേഹിയല്ല. തെറ്റുണ്ട് ചൂണ്ടി കാണിക്കും, അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് പ്രത്യേക കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടി പറയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിൽ പറയാണ്. ക്രിസ്ത്യൻ സമുദായം 2% ഇന്ത്യൻ ദേശീയതയിൽ. അവർക്കൊന്നും ഇവിടെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല സവർണ ഫാസിനെതിരെ. കേരളത്തിൽ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും മുസ്ലിം സമൂഹത്തോടും യോജിച്ച് നിൽക്കുമ്പോൾ അതിന് ബലമുണ്ട്, ശക്തിയുണ്ട്. ഇനി ഒരു കാര്യം പറയാം, നാളിതുവരെ ഇന്ത്യ ഭരിച്ചാരാണ്? ഹിന്ദുക്കളാണ്. അപൂർവ സമയത്ത് ചില ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ടെന്നല്ലാതെ ഇതേവരെ ഭരിച്ചത് ഇനിയും ഭരിക്കുമൊന്നും ഹിന്ദു സമുദായം തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ 11 വർഷമായിട്ട് ഹിന്ദുത്വ വിഭാഗമാണ്. എന്നിട്ട് പറഞ്ഞു ഇവിടെ രക്ഷയില്ല, ഹിന്ദുക്കൾക്ക് രക്ഷയില്ല എന്ന് പറയുമ്പോഴേ എടോ മണ്ട ശിരോമണി, നിങ്ങൾക്ക് ആരെയാണത് വഴിതെറ്റിക്കുന്നത്? ആ ക്രിസ്ത്യൻക്ക് ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്നും അമേരിക്കയുടെ ചില ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്നും സംഘപരിവാറിൻ്റെ കയ്യിൽ നിന്നും കോടികൾ വാങ്ങിച്ച് ഇന്ത്യയെ നശിപ്പിക്കാൻ വിദേശ ശക്തികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻക്ക് നിങ്ങൾ നോക്കണം, കാസ നിങ്ങൾ നോക്കണം. നിങ്ങളെക്കൊണ്ടൊന്നും ഇവിടുത്തെ ഫാസിസത്തെ എതിർക്കാൻ സാധിക്കില്ല, ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങളിതൊരു ശക്തിയല്ല. ഇവിടെ ശക്തി എന്ന് പറഞ്ഞത് 20% മുസ്ലിം സമുദായം. അവർ കുറേ പ്രതികരിക്കും, പ്രതികരണ ശേഷിയുണ്ട്, പ്രതികരിക്കാൻ അറിയുകയും ചെയ്യാം ഭാഗികമായിട്ടെങ്കിലും. പിന്നെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തൊക്കെ പോരായികണ്ടെങ്കിലും, ഞങ്ങൾ ഇന്നലെ പറഞ്ഞില്ല, എന്തൊക്കെ പോരായികണ്ടെങ്കിലും അത് ഇന്ത്യയുടെ ഒരു ശക്തമായ ഒരു പ്രതിരോധ ശക്തി തന്നെയാണ്, സംശയമില്ല. ഇതെല്ലാം കാലേ കൂട്ടി കണ്ടുകൊണ്ടാണ് മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പും ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിന് രൂപം കൊടുത്തത്. ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് രൂപം കൊടുത്തത് ഭരണത്തിൽ കയറാനല്ല, MLA MP ആകാനല്ല. ഇന്ത്യ മഹാരാജ്യത്തെ നാശത്തിൽ നിന്ന് ഒരു പരിധിവരെയെങ്കിലും രക്ഷിക്കാൻ മാത്രം രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ്. നിങ്ങൾക്ക് തോന്നാം ഒരു MLA ആകണമെങ്കിൽ, MP ആകണമെങ്കിൽ, പഞ്ചായത്ത് മെമ്പർ ആകണമെങ്കിൽ ഒന്നുകിൽ ഇപ്പോഴത്തെ മുന്നണി രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ BJP രാഷ്ട്രീയത്തെ പോകണം. ഒരു കാര്യം നിങ്ങൾക്കറിയോ, ഈ ഒരു ക്രിസ്ത്യൻ മന്ത്രി ആക്കിയില്ലോട് അതേതാക്കിയപ്പോൾ ഞങ്ങൾ ഒരു BJPക്ക് സപ്പോർട്ട് ചെയ്ത് എവിടെ നിന്നറിയോ, ഈ വേങ്ങര ഇലക്ഷനിൽ. അത് ഞങ്ങൾ പാർട്ടി തുടങ്ങിയ സമയത്ത് ഞങ്ങൾ അവരെ കൂടെ ലേബലല്ലാതെ ഞങ്ങൾ പോയിട്ട് ആരും അറിയും. അപ്പോൾ എന്നോട് സംഖ്യ പറഞ്ഞറിയോ, ഇത് നിങ്ങൾ 6 മാസം വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമന്ത്രി സ്ഥാനം കിട്ടുമായിരുന്നു. എന്താണ്? നിങ്ങളുടെ മഹത്തല്ല, നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ട്, ഒരു മുസ്ലിം പ്രതിനിധി ആയതുകൊണ്ട് നിങ്ങൾക്ക് BJPയിൽ വരുന്ന ആവശ്യമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് BJPയോട് സഖ്യം ഉണ്ടാക്കിയ ധാരണത്തെ എല്ലാം പല നേട്ടവും കിട്ടും. പക്ഷെ നമ്മൾ കാണുന്നതല്ല സാമ്പത്തിക നേട്ടമല്ല, രാജ്യത്തിൻ്റെ നേട്ടമാണ്, സമൂഹത്തിൻ്റെ നേട്ടമാണ്, രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ്, സമൂഹത്തിൻ്റെ നിലനിൽപ്പാണ്. അതാണ് ഞങ്ങൾക്ക് BJPയിൽ പോകാൻ നിൽക്കുന്നത്. ഇനി ഒരു കാര്യം പറയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഏതാണ്ട് ഒരു
10-20 വർഷം അല്ലെങ്കിൽ 10-11 വർഷം മുമ്പ് വരെയും അതിനിടയ്ക്ക് ചെറിയ ഗ്യാപ്പ് മാത്രം വന്നിട്ടുള്ളൂ ഇന്ത്യ ഭരിച്ചത്. ഈ സംഘപരിവാറിനോടും ക്രിസംഖികളോടും കാസിയോടും ഒക്കെ ചോദിക്കുകയാണ്. കാസിയൊക്കെ പറയുന്നുണ്ട് ജിഹാദികൾക്ക് മുഴുവൻ കോൺഗ്രസ് കൊടുത്തു, ഞങ്ങൾക്ക് ഒന്നും തന്നില്ല എന്ന്. മണ്ട ശിരോമണിയെ കാസിയെ ഞാൻ കണക്കുകൾ ഉദ്ധരിക്കാം, നിങ്ങൾ കേൾക്കണം. ഇതൊക്കെ എന്നെക്കൊണ്ട് ഈ വയസ്സുകാലത്ത് നിങ്ങൾ പറയിപ്പിക്കരുത്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം നടന്ന ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 100ഓളം മുസ്ലിം എം പിമാരുണ്ടായിരുന്നു. മനസ്സിലാക്കണം, കാസിയും ഹൂസയും പിന്നെ ക്രിസംഖിയൊക്കെ 100ഓളം മുസ്ലിം എം പിമാരുണ്ടായിരുന്നു. അന്ന് ജനസംഖ്യ 36 കോടിയാണ്. 400 സീറ്റുള്ളൂ. ഇന്നാണ് 541. അപ്പോൾ 400 താഴെ സീറ്റുള്ളപ്പോൾ 36 കോടി ജനസംഖ്യ ഉണ്ടായപ്പോൾ എത്ര 100ഓളം മുസ്ലിം എം പിമാർ പാർലമെന്റിൽ സെക്രട്ടറിയിൽ കണക്കുദ്ദേശിച്ച് പറയണം. അവിടെ ഫയൽ കിടപ്പുണ്ട്. ഇന്ന് ജനസംഖ്യ എത്രയും 150 കോടി അടുത്തായി. 35 4 ഇരട്ടിക്കുള്ളായി. 4 ഇരട്ടിയിൽ കൂടുതലായപ്പോൾ എത്രയായി? 10-12 ഒരു ഡസൻ പോലും ഇപ്പോഴത്തെ കണ്ടീഷനില്ല ഈ സംഘപരിവാർ വന്നതിന് ശേഷം. അപ്പോൾ ഇതിലൂടെ വളർന്നത് മുസ്ലിം സമുദായം എന്തെങ്കിലും നേടിയോ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഇന്ത്യയിൽ ആകെ സ്വത്തിൽ 8% മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നു. 8% ടോട്ടൽ വാല്യൂവിൽ. അത് ഇന്ന് കുറഞ്ഞ 1%. അത് മാത്രമല്ല, ഈ സംഖ്യ വന്നതിന് ശേഷം 1-ൽ താഴെ പോയി. മനസ്സിലായില്ലേ? 12ഓളം സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിരുന്നു മുസ്ലിം സമുദായം. ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, അങ്ങനെ പല സംസ്ഥാനങ്ങളും. ഇന്ന് ഏതെങ്കിലും സംസ്ഥാനത്ത്, കാശ്മീർ മാറ്റി നിർത്തിയാൽ ഏതെങ്കിലും സംസ്ഥാനത്ത് മുസ്ലിം മുഖ്യമന്ത്രിമാരുണ്ടോ? ഇനി വിദ്യാഭ്യാസം കൊണ്ട്, ജോലി കൊണ്ട്, വരുമാനം കൊണ്ട്, എല്ലാ നിലക്കും സച്ചാർ കമ്മിറ്റി വച്ചതുപോലും തെറ്റാണെന്ന് സംഘപരിവാർ ഈ ക്രിസംഖി പറയുന്നുണ്ട്. സച്ചാർ കമ്മിറ്റി വെച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്. അതേ സംശയമില്ല. അവർ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി വെച്ചാണ് സച്ചാർ കമ്മിറ്റി. അതിൻ്റെ വെച്ച് ഒരു അല്പം സ്കോളർഷിപ്പ് വെച്ചപ്പോൾ അതിൽ നിങ്ങൾ ക്രിസംഖിയുടെ സഭ അതിൻ്റെ ആനുകൂല്യം ചോദിച്ച് കേസ് കൊടുത്ത് ഹൈക്കോടതിയിൽ. എന്തുകൊട്ടെ, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ മുസ്ലിം സമുദായം ഇവിടുത്തെ ദളിതുകളെക്കാൾ കഷ്ടമാണ് സാമ്പത്തികമായിട്ടും സാമ്പത്തികമായിട്ടും പോലും. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എടോ വിദേശത്ത് പോയി പണിയുണ്ടാക്കി കഷ്ടപ്പെട്ട് ഹോട്ടലിൽ പത്രം കഴിച്ച് കാശിനാക്കി ഒരു 10,000 പേർക്ക് ഓരോ കാറും പിന്നെ കുറച്ച് ബിസിനസ്സൊക്കെ ഉണ്ട്. കേരളത്തിലെ കാര്യം പറഞ്ഞു, വടക്കേന്ത്യക്കാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരെവിടെ വരുമ്പോൾ ഈ 1000 പേരെ മാറി വരുന്നത്. കൊല്ലത്തായാലും കാസർഗോഡായാലും തിരുവനന്തപുരത്തായാലും മതി, ഈ 1000 പേരെ മാറി വരും. അപ്പോൾ കാണുമ്പോൾ എന്താ, ഒരു മുസ്ലിം സമുദായം മീറ്റിംഗ് വെച്ചാൽ 10,000 കാറ് വരും. അതാണ് നമ്മുടെ അന്തോണി മാഷ് പറഞ്ഞത്. അന്തോണി മാഷ് പറഞ്ഞറിയോ, ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷ സമുദായമായിട്ട് ഒരു ധാരണയെത്തണം, അവരുമായിട്ട് യോജിച്ചു പോകണം. അതിൽ ഒരു തെറ്റുമില്ല. ന്യൂനപക്ഷങ്ങൾ വളർച്ച ഭൂരിപക്ഷ സമുദായം ചിലർക്ക് ബുദ്ധിമുട്ടാക്കുന്നു, അതും തെറ്റില്ല. പക്ഷെ അത് ഏത് ന്യൂനപക്ഷമാണോ? അന്തോണി പറഞ്ഞത് ന്യൂനപക്ഷം എന്ന ക്രിസ്ത്യൻ സമുദായത്തെക്കുറിച്ചാണ്. അവർ വളർച്ചയും അവരുടെ നേട്ടം വളരെ വലുതാണ്. അതാ പറഞ്ഞത്. അത് പക്ഷെ ക്രിസ്ത്യാനി ആൾക്കാണെന്ന് അന്തോണിക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് അന്തോണി ന്യൂനപക്ഷം എന്ന് പറഞ്ഞു. അവിടെ അന്തോണി തെറ്റുപറ്റിയതും അത് മുസ്ലിം സമുദായം കയറിയേറ്റ് അവസാനം നിൽക്കുകയില്ലാതെ അന്തോണി കേരളം വിട്ട് വടക്കേ ഇന്ത്യയിലേക്ക് പോയി. പുള്ളിക്ക് രണ്ടാമത് പറയാൻ പറ്റുമോ? എടോ കാക്കന്മാരെ, ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല, ഞാൻ ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ഉദ്ദേശം പറഞ്ഞെന്ന് പറയാൻ പറ്റുമോ? അതൊരു കളപ്പാടാവൂലേ? അത് ചെയ്തില്ല. അങ്ങനെ പുള്ളി ഡൽഹിക്ക് പോയത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ക്രിസംഖ്യയിലും കാസയും മറ്റ് മുസംഖ്യയും ഒക്കെ ചെയ്തത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള തളർച്ചക്കാണ്. ഇവിടെ എന്താണ് കാര്യം? ഇപ്പോൾ ഇന്നത്തെ ലിസ്റ്റിൽ ഗോദ്ര തീവയ്പ് കേസിനെ കുറിച്ച് പരിച്ചുവിട്ട പോലീസിനെ സുപ്രീം കോടതി പിരിച്ചെന്നെ വിട്ടു. കാരണം അവർക്ക് ഡ്യൂട്ടിക്ക് വച്ചിരുന്ന ആ തീവണ്ടിയിൽ അവർ കയറാതെ വേറെ ഏതോ തീവണ്ടിയിലാണ് കയറിയത്. അപ്പോൾ അറിയാമല്ലോ അവർക്ക് എങ്ങനെ ഒരു രഹസ്യം കിട്ടി, സംഗതി കുഴപ്പമാണ്. അതുകൊണ്ട് അപ്പോൾ എങ്ങനെയാണ് തീ പിടുത്തമുള്ള മനസ്സിലാകുന്നില്ലൊക്കെ. ഇത് ബുദ്ധിയുള്ള കുറച്ച് പേര് ഇന്ത്യയിലില്ലേ, അവർക്ക് മനസ്സിലാവില്ല ഇതൊക്കെ എങ്ങനെയാണ് തീ പിടിച്ചത്. അങ്ങനെ ഓരോ സംഭവങ്ങളും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ NIA വരും, അല്ലെങ്കിൽ മറ്റോ നോട്ടപ്പുള്ളിയാവും. അതുകൊണ്ട് ആരും പ്രതികരിക്കുന്നില്ല. മൗനം വിദ്വാനും ഭൂഷമാണെന്ന് വാക്കുണ്ട്. അതുകൊണ്ട് പലരും മൗനം നിൽക്കുകയാണ്. ഈ മൗനത്തിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും.
വലിയ വില. ഞാൻ പറഞ്ഞു, വെള്ളമടിക്കുന്ന ആൾക്കാർ 4 പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം 6 പേരെ തോൽപ്പിക്കും 4 പേര്. ഇപ്പം 2 പേര്, 2-ന് തൊട്ട് മുകളേ പറ്റുള്ളൂ. ഒരു 4 പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ പോയി. അതുപോലെ ഇപ്പം അത് 10% ഈ സംഘപരിവാറിൻ്റെ അനുകൂലികൾ യഥാർത്ഥത്തിലുള്ളൂ. അതൊരു 20-30% വന്നാൽ പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഹിന്ദു സമുദായം വിചാരിച്ചാൽ പോലും പറ്റില്ല. കാരണം ഹിന്ദുക്കൾ ആയിരക്കണക്കിന് ഹിന്ദു നേതാക്കളെ, ഹിന്ദു ചരിത്രകാരന്മാരൊക്കെ ഒന്നിരിക്കുന്ന ഈ സംഘപരിവാർ തന്നെയല്ലേ? അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ സംഘപരിവാറിന് അതല്ലേ? അവർക്ക് ഒന്നും ഹിന്ദു വിരോധമൊന്നും പറഞ്ഞില്ല. അവർ ചില കാര്യം സത്യം പറഞ്ഞു, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഹിന്ദു സമുദായത്തിലെ ദീർഘവീക്ഷമുള്ള ചിന്തകരായ ആൾക്കാരോട് മൊയ്തീൻ ഷായെ പോലുള്ള പാവം മനുഷ്യർക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് നില അപകടത്തിലേക്കാവും. ഈ മോഡി ക്രിസ്തങ്കി പറയുന്നതൊന്നും അല്ല കാര്യങ്ങൾ. ജീവിക്കാൻ പറ്റാതാവുന്ന ഒരു വശം അത്, ക്രമസമാധാനം ഭംഗം പറ്റുന്ന വേറൊരു വശം. ഇതെല്ലാം കൂടി ചെന്നെത്തുന്നത് കടലിൽ തിരയുണ്ടായാൽ കരയിൽ അവസാനിക്കുമ്പോൾ ഇതെല്ലാം വിപ്ലവത്തിലേക്കും അല്ലെങ്കിൽ ആ വിപ്ലവത്തിലേക്കും എത്തുന്നത്. തെരുവിലിറങ്ങും ജനങ്ങൾ. തെരുവിലിറങ്ങി ആര് രക്ഷപ്പെടുത്തും? ആദ്യം ജീവിക്കാൻ പറ്റാത്തവരുമ്പോൾ തെരുവിലിറങ്ങും. ജീവിക്കാൻ പറ്റിയപ്പോൾ എന്താ ശരി, എനിക്ക് പോട്ടെ എന്ന് വെച്ചിട്ട് ഞാനും ചാവും, മറ്റവരും കൊല്ലും. അങ്ങനെ പോളിസി വന്നാൽ ആർക്ക് പിടിച്ചെത്താൻ പറ്റും? അവിടെ കോൺഗ്രസ്സുകാർ ഇപ്പം ശരിക്കും പ്രതികരിക്കേണ്ട ഒരു സമയമാണ്. ഈ പറഞ്ഞ കാരണം നിങ്ങൾ ഈ പറഞ്ഞ ഓരോന്നും നിങ്ങൾ ദേശീയ ലെവലിൽ തന്നെ ശക്തമായ പ്രതിരോധവും ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ പാവം ഹിന്ദു സമുദായം അവർ തെറ്റിലേക്ക് പോവും. അവർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതുപോലെ ഏത് മനുഷ്യനും ഇത് കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ഒന്ന് അമ്പരത്ത് പോവും. ആ അമ്പരപ്പിൻ്റെ അവസാനം സംഘപരിവാറിലേക്ക് പോകാനാണ്. അതാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ ആ ഉദ്ദേശത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായിട്ട് പ്രതിരോധിക്കണം, ശക്തമായിട്ട് അതിനെ ബോധവൽക്കരണം ചെയ്യണം. ഹിന്ദു സമുദായത്തിൻ്റെ ഇടയിലേക്ക് അത് പറയണം, അങ്ങനെയല്ല, സത്യം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വളരെ എല്ലാവരും ഇനി പറയാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഇങ്ങനൊരു സംഭവം ഇത് കേട്ടിട്ടില്ല. കണ്ണൂരിലെ ഏതൊരു ക്രിസ്ത്യൻക്കാണ് എൻ്റെ ഫോൺ ചെയ്തിരിക്കുന്നത്. മോശമായെന്ന് പറഞ്ഞാൽ വളരെ മോശം. കോൺഗ്രസ് സംസ്കാരത്തെ, കോൺഗ്രസ് കുടുംബത്തെയെല്ലാം രാജ്യദ്രോഹ കുറ്റവാളികളായിട്ടാണ്, ഹിന്ദു വിരോധികളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് കേൾക്കുന്ന ഏതൊരു ഹിന്ദുവും, എക്സ്ട്രാ ഓർഡിനറി അല്ലാത്ത ഏത് സാധാരണ ഹിന്ദുവും അവനൊന്ന് ശ്രദ്ധിച്ചു പോകും. അതുതന്നെയാണ് അവരുടെ ഉദ്ദേശവും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ സുധാകരന് മുഖ്യ ABC പ്രസിഡന്റ് ആകണോ മറ്റാളാകണോ എന്നല്ല അല്ല ഇവിടെ വിഷയം. അതൊക്കെ സിമ്പിൾ കാര്യമാണ്. ഇത് താത്വികമായിട്ട് അല്ലെങ്കിൽ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. ചിന്തിച്ച് അതിന് ഉത്തരം വ്യക്തമായിട്ട് പറഞ്ഞ് ദേശീയ ലെവലിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ ലെവലിൽ ഗ്രാമാന്തരം യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ ഇതെതിരെ പ്രതികരിക്കണം, സത്യം വെളിപ്പെടണം. ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് അറിയാം, ചെറിയ സംഘടന, അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിങ്ങനെ പറയാനല്ലാതെ അതിക്കുള്ള വിപുലമായൊരു പ്രചരണം നടത്താൻ പറ്റും. അത് ചെറിയ സംഘടന വളർന്നു വരുന്നുണ്ട്, കുഴപ്പമില്ല. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം ദേശീയ ലെവലിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം അങ്ങനെയല്ല ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് ബോധവൽക്കരണം നടത്തിയില്ലെങ്കിൽ രാജ്യം അപകടത്തിലേക്ക്. കോൺഗ്രസ് നയിച്ചാലും രാജ്യം നശിക്കും. അത് ചെയ്യണം. 10 വോട്ട് കിട്ടാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് എതിർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ 10 വോട്ട് കിട്ടാൻ വേണ്ടി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എതിർക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങളുടെ മുഖ്യ ശത്രു കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അല്ല, അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇന്ത്യയിലെ 20% മുസ്ലിം സമുദായം നിങ്ങളുടെ എതിര് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അല്ല. ദളിതരോടും പറയേണ്ടത് തന്നെ, പിന്നോക്ക ഹിന്ദുക്കളോടും പറയാണ്, മുന്നോക്ക സമുദായത്തിൽ BJP എല്ലാത്തോടും പറയാണ്. അവരെല്ലാം കൂടി ഏതാണ്ട് 90% ഉണ്ട് ഇന്ന് ഇന്ത്യയിൽ. 10% അതിന് അനുകൂലം വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം വോട്ട് ചെയ്തെന്നല്ലാതെ അനുകൂലമായിട്ടില്ല. അതൊരു 20-30% ആയിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വളരെ പ്രശ്നമാവും. ഞാനത് കേട്ടിട്ട് ഞാൻ അമ്പരം തോന്നുന്നു. എന്തൊരു വിരോധാഭാസമാണ് പറഞ്ഞിരുന്നത്.
കോൺഗ്രസ് വിരോധം പറഞ്ഞ മാത്രമല്ല, ഹിന്ദുക്കളുടെ നാശത്തിന് വേണ്ടി സൃഷ്ടിച്ചതാണ് പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്. അതിപ്പോൾ കാസൊക്കെ പറഞ്ഞില്ലേ, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ്. അതാ ഞാൻ പറഞ്ഞു, ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്താലും പറഞ്ഞു. കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ 60-70 വർഷം ഭരിച്ചപ്പോൾ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ കൊടുത്തതിന് കണക്കായിപ്പോൾ ഞാൻ പറഞ്ഞത്. ആർക്കും അറിയാം, പകൽ വിളിച്ച പോലെ സത്യമാണ്. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഉണ്ടാക്കാം, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാം, ഗ്രൂപ്പ് വരെ ഉണ്ടാക്കാം, ഇതൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഇതൊന്നും ഇന്ത്യയുടെ നിലനിൽപ്പിന് ഇതൊന്നും ബാധകമല്ല. ഇതെല്ലാം മറന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ബാക്കി എല്ലാവരും ഒരേ കൈ മറന്ന് സഹകരിച്ച് മുന്നോട്ട് പോയി ഈ അനീതിയായിട്ടുള്ള, അസത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെതിരെ വ്യക്തമായ ഗ്രാമാന്തരങ്ങളുടെയും വീടുകളിൽ കൂടിയും അതിന് പ്രചരണം നടത്തി ബോധവൽക്കരണം ചെയ്യണം. ബോധവൽക്കരണം ചെയ്തില്ലെങ്കിൽ രാഹുൽജി, നിങ്ങൾ ചിന്തിക്കുമ്പോലൊന്നല്ല വലിയ അപകടത്തിലേക്ക് എത്തുന്നത്. അത്ര കണ്ടാണ് ആ വിഷയം പറഞ്ഞിരിക്കുന്നത്. ഏതൊരു ഹിന്ദു അത് കേട്ടിട്ടുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും അവന് മനസ്സൊന്ന് പതറും. ആ പതർച്ചയുടെ അവസാനം BJPയിലേക്ക് ചായ്വ് കാണിക്കാന്നുള്ള, മനസ്സിലായില്ലേ? അതാണ് ആ ഒരവസ്ഥ. ഇത് നമ്മൾ പ്രാദേശികമായിട്ട് വന്നാൽ, പ്രാദേശികമായിട്ട് നമ്മൾ പറയണമല്ലോ, ഏറ്റവും കൊച്ചിൻ കോർപ്പറേഷൻ്റെ മുല്ലശ്ശേരി കനാൽ റോഡ് 5 വർഷമാകുന്നു. ഈ കോർപ്പറേഷൻ കയറിയിട്ട് 5 വർഷമാകാൻ പാടില്ല. ഇപ്പോൾ അടുത്ത മാസം 5 വർഷമാകുമല്ലോ. 5 വർഷം ആ റോഡ് കുത്തിപ്പൊടിച്ചാണ് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. എന്തിനാണ് നമ്മുടെ ഈ കോർപ്പറേഷൻ? ആരാണ് ഉത്തരവാദി? കോൺട്രാക്ടറാണോ? കോർപ്പറേഷനാണോ? ഉദ്യോഗസ്ഥന്മാരാണോ? അവർക്ക് നടപടി വെക്കണ്ടേ? എന്ത് ചെയ്തു? GCDയെ സംബന്ധിച്ച് എന്താണ് അവസ്ഥ? അഴുക്കും ചെളിയൊക്കെ. ഞാൻ പിന്നെ ഗ്രേറ്റർ കൊച്ചി GCDയുടെ അല്ല, ഈ കലൂർ സ്റ്റേഡിയത്തിൻ്റെ സ്റ്റേഡിയം യൂസേഴ്സ് പറയുന്ന ഒരു സംഘം ഉണ്ടാക്കി അതിൻ്റെ പ്രസിഡൻ്റായിപ്പോയി. ഞങ്ങൾ കുറേ ഡിമാൻഡ് വെച്ചു, ഒരു ഡിമാൻഡ് നടത്തിയിട്ടില്ല. വൃത്തിഹീനമാണ്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് നോക്കുന്നു. അങ്ങോട്ട് പോകുന്ന ഗേറ്റുകളൊക്കെ, എൻട്രൻസൊക്കെ ഇപ്പോഴും ഇടുങ്ങിയ എൻട്രൻസാണ്. 19,000, 1 ലക്ഷം, 5 ലക്ഷമൊക്കെ പങ്കെടുക്കുന്ന അതാണ്. അവിടെ എല്ലാ എൻട്രൻസും വളരെ വിശാലമായിരിക്കണം, ഓപ്പൺ സൗകര്യം ഉണ്ടായിരിക്കണം, മറ്റ് തടസ്സം ഉണ്ടാക്കാൻ പാടില്ല. അത് ചിന്തിക്കുന്നുണ്ടോ? അത് ഗവൺമെന്റിനെ സംബന്ധിച്ചപ്പോൾ 2ാം മുന്നണിയുടെ 4ാം വാർഷികം നടക്കുന്ന 7-ാം തീയതി സ്റ്റേഡിയത്തിൽ പ്രകടനത്തോടുകൂടിയാണ് പോയി. എത്ര പ്രചരണം കൊടുത്തിരിക്കുന്നത്! ആ പ്രചരണ പോസ്റ്ററൊക്കെ വരുമ്പോൾ ഞാൻ പറയാണ്, 10,000 ലക്ഷങ്ങൾ മുടിക്കാണ് സിനിമ പോസ്റ്റർ ഒട്ടിക്കുന്നത്. ആ പോസ്റ്ററൊക്കെ മറിച്ച് ഇപ്പോൾ 7-ാം തീയതിയുടെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുക. അതെന്ത് മര്യാദയാണ് സാർ? ഞാൻ മുഖ്യമന്ത്രിയോടും കമ്മ്യൂണിസ്റ്റ് നേതാക്കളോടും ചോദിക്കുക, എന്ത് മര്യാദയത്? സിനിമക്കാരെ പോസ്റ്റർ ഒട്ടിച്ചല്ല, അല്ലാതെ എത്രയോ സ്ഥലമുണ്ട്. അപ്പോൾ ഇത് മുഖ്യമന്ത്രി ആ പോസ്റ്റർ എവിടെ ഒട്ടിച്ചാൽ ആരും ചോദ്യം ചെയ്യില്ലല്ലോ. ധൈര്യമുണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കാൻ ആരെങ്കിലും പബ്ലിക് ആയിരിക്കും ധൈര്യമുണ്ടോ? വ്യംഗ്യമായിട്ട് പ്രതിപക്ഷം നമ്മൾ പറയുന്നല്ലാതെ ഉണ്ടാവില്ല, അതായിരിക്കില്ല. അവിടെ ആരും മിണ്ടില്ല അറിയാം. അതിനൊക്കെ പറയുന്നത് ധിക്കാരെന്ന് പറഞ്ഞവർ അത് ഒട്ടി. അല്ലാതെ എത്രയോ സ്ഥലം ഇവിടെ ഒട്ടിക്കുന്നുണ്ട്. എന്തിനാ ഇത്ര വലിയ പ്രചരണം? നിങ്ങൾ ഭരണം നല്ലതാണെന്ന് നിങ്ങൾക്കറിയാം, പിന്നെ ഇത്രമാത്രം പടം മുടുക്കി പ്രചരണം ചെയ്യേണ്ട ആവശ്യം എന്താണ് സാർ? അപ്പം വിഴിഞ്ഞ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും പേരക്കിടാവും പോയിരുന്നു എന്നുള്ള പരാതി BJP വന്നു. BJPയുടെ പ്രസിഡന്റ് 2-3 ദിവസം നേരത്തെയായിട്ട് വന്ന് അവിടെ ഇരുന്ന് ഒരു പരാതിയുണ്ട്. രണ്ടിലും കാര്യമായിട്ട് ഇല്ലായികയില്ല. മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് ഒരു പരിപാടിയിൽ വരാൻ പങ്കെടുക്കുക, അതൊന്നും കുഴപ്പമില്ല, പേരക്കിടാവ് അതിൽ കുട്ടിയെ കൊണ്ട്. പക്ഷേ ഈ ഔപചാരികമായ അല്ലെങ്കിൽ ഔദ്യോഗികമായ ചർച്ചയിൽ ഭാര്യയോ മറ്റ് കുടുംബാംഗങ്ങളോ പങ്കെടുക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണം. സാധാരണ അങ്ങനെ സന്ദർഭങ്ങളിൽ കുടുംബാംഗങ്ങളെ വേറെ റൂമിലെത്തിയിട്ട് അവർ ചർച്ച ചെയ്ത് തിരിച്ചു വരുമ്പോൾ എടുക്കുകയുള്ളൂ. സ്ഥലം കാണാനൊക്കെ കുഴപ്പമില്ല, കൊണ്ടല്ല. അതിന് ഇപ്പോൾ CPM ഒരു പറഞ്ഞല്ലോ, AK കപ്പൽ നീട്ടിറക്കിയപ്പോൾ AK ഭാര്യയാണ് അത് ഫ്ലാഗ് ഓഫ് ചെയ്തതെന്നാണ് ചിത്രം കാണിച്ച്. രാജ്യരക്ഷാമന്ത്രിയല്ലേ, രാജ്യരക്ഷാമന്ത്രി പോകും. അവർ ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് ശരിയല്ല. അപ്പോൾ അവനെ ഞാൻ തല്ലിയില്ലെങ്കിൽ അവനെ തല്ലുമായി മുൻകൂർ തല്ലിയെന്ന് പണ്ടൊരു കേസിൽ സാക്ഷി പറഞ്ഞ പോലെ അങ്ങനെ പറയാൻ പറ്റില്ല.
നീ ചെയ്തോട് ഞാൻ ചെയ്യുന്നു. ഇവിടെ ചെല്ലെല്ലാം പറയുന്നുണ്ട്, ആ ഗവൺമെൻറ് കാലത്ത് ചെയ്തില്ലേ, ഈ ഗവൺമെൻറ് അയച്ചില്ലേ, അല്ലെങ്കിൽ ഭരണപക്ഷങ്ങളിൽ പ്രതിപക്ഷം ചെയ്യാം. അങ്ങനെയല്ല, ഒരാൾ തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചിട്ട് ഭരണപക്ഷത്തെ തെറ്റ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷം തെറ്റ് ചെയ്യണമെന്നില്ല. അവൻ ചെയ്തു, അതൊരു ബാധകമല്ല. നമ്മൾ നിഷ്പക്ഷം ചിന്തിക്കുമ്പോൾ നമ്മൾ മാന്യതയും മാതൃകയും കാണിക്കണം. പക്ഷെ അങ്ങനൊരു മാന്യതയും ഇന്നത്തെ ഈ LDF ഗവൺമെൻറ്, കാരണം എന്തുമാത്രം ദൂർത്തും. കാരണം ഇന്ന് മുഖ്യമന്ത്രി കേരളത്തിലെ ഒരു ശക്തി തൊടാൻ പറ്റില്ല. കാരണം അതിനെ സംരക്ഷിച്ച സഖാക്കളുണ്ട്. അറിയിച്ചാൽ മതി, ഇന്ന സ്ഥലത്ത് വരുമെന്നുള്ള അറിഞ്ഞാൽ മതി. പിന്നെ എന്തിനാണ് ഈ ആവശ്യത്തിൽ കഴിഞ്ഞ് വാഹനം പേടിയും ഒക്കെ? മോശമല്ലേ ഇത്? മാതൃകാ ഭരണമല്ലേ കമ്മ്യൂണിസം എന്നുള്ളത്? പ്രതിപക്ഷം പറയുന്ന പോലെയല്ല. പ്രതിപക്ഷം പറയുമ്പോൾ ഭരണകക്ഷി വിരുദ്ധമാണ്, നല്ല ചെയ്താൽ ചീത്തയാലും വിരുദ്ധം പറയും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പക്ഷമല്ലേ. ഞങ്ങൾ പറയുന്നല്ലോ, ഇവിടെ UDF അധികാരത്തിൽ നിൽക്കണം, തദ്വാര LDF നിലനിൽക്കണം. അതാണ് ഞങ്ങളുടെ പോളിസി. അല്ല, ഞങ്ങൾ അന്തമായി LDF വിരോധികളോ അനുകൂലികളോ അല്ല, UDF അനുകൂലികളോ വിരോധികളല്ല. UDF ജയിച്ചില്ലെങ്കിൽ ഇത്തവണ LDF ആണ് ജയിക്കുന്നത്, LDF നിലനിൽക്കില്ല. അപ്പോൾ LDF നിലനിൽക്കണമെങ്കിൽ നിലനിൽക്കേണ്ട കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, രാജ്യത്തിൻ്റെ ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ UDF ജയിച്ചാൽ LDF നിലനിൽക്കുള്ളൂ. അല്ല, LDF ആണ് ഇത്ര ജയിക്കുക, LDF അത് തീർന്നു പോകും. അത് വരാതിരിക്കുമ്പോഴാണ് ഞങ്ങൾ ശ്രമിക്കുന്ന പാടുപെടുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു MLA ആവാനും MP ആവാനല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അതിൽ തിരികെ കയറ്റാനുമില്ല. ഇതാണ് സത്യാവസ്ഥ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും പിന്നെ രാഷ്ട്രീയ നേതാക്കളൊക്കെ അവർക്ക് അവരുടേതായ ഒരു വളയത്തിൽ നിന്ന് ചാടാനല്ലാതെ വളയത്തിന് പുറത്ത് നിൽക്കാനോ ഒന്നും പറ്റില്ല. ആ വളയത്തിൽ കൂടി ഒന്ന് ചിന്തിക്കാൻ പറ്റും. ഇതാ നാളത്തെ ഇലക്ഷൻ്റെ അല്ലെങ്കിൽ നാളത്തെ 10 വോട്ട് നിലനിർത്താം. ഇതിൽ കവിഞ്ഞല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും തലമുറയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടിയോ ചിന്തിക്കാൻ അവർക്ക് സാധിക്കുള്ള ചിന്താശക്തിയില്ല. അവർ കൂടുതൽ ചിന്തിക്കുക അടുത്ത ഇലക്ഷൻ എങ്ങനെ പിടിച്ചെടുക്കാം, അത് മാത്രമേ അവർക്കുള്ളൂ. ഇപ്പോൾ കൗൺസിലായാലും മുനിസിപ്പൽ കൗൺസിലും പഞ്ചായത്ത് മെമ്പർക്കായാലും അവൻ ആ 5 വർഷത്തെ ഭരണം, അത് അടുത്ത ഭരണത്തിൽ എങ്ങനെ തീർക്കാം, ഇത് മാത്രം. വേറെ ഒരു ഭാവനയില്ല, ഐഡിയ ഇല്ല. അതാണ് ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞില്ല. നമ്മുടെ കോർപ്പറേഷൻ ഓഫീസ് ഇപ്പോൾ വൈപ്പിലേക്ക് പോകുന്ന വഴിക്ക് പടന്നു പോയി എത്രയോ വർഷമായി. നിങ്ങളത് പോയി നോക്ക്. അത് 40 വർഷം മുമ്പുള്ള പ്ലാനാണത്. 40 വർഷം മുമ്പായിട്ട് തീരുമാനിച്ചാണ് കോർപ്പറേഷൻ ഓഫീസ് പറയാമെന്ന്. അന്നത്തെ പ്ലാനാണ് ഇപ്പോൾ 40 വർഷം കഴിഞ്ഞ്. അത് ശരി, നമ്മുടെ രാജ്യം എറണാകുളം സിറ്റിക്ക് എത്ര കണ്ട് വളർന്നു. ആ 40 വർഷം മുമ്പുള്ള അത് കുടിസായ ചിന്താഗതി, കുടിസായ രീതിയിലാണ്. നമ്മൾ തലസ്ഥാനം മാറ്റുമ്പോൾ ഞങ്ങൾ ബോധവൽക്കരണം പ്രചരണം ചെയ്യാണ്. നമ്മൾ 100 വർഷം കണ്ടുകൊണ്ടാ. നമ്മളുണ്ടാവില്ല, നമുക്ക് വേണ്ടിയില്ല, അടുത്ത തലമുറക്ക് വേണ്ടിയാണ്. അതായത് ഈ തലമുറക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വരും തലമുറക്ക് വേണ്ടി ചിന്തിക്കുകയും ചെയ്യുമ്പോഴേ ജീവിതം പൂർത്തിയാവുള്ളൂ. ഈ തലമുറക്ക് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല, പ്രവർത്തിക്കണം. വരും തലമുറക്ക് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല, ചിന്തിക്കണം. ഇത് രണ്ട് ജീവിതം പൂർത്തിയാവുള്ളൂ. ഞങ്ങൾ ചെയ്യുന്നത് അത് തന്നെയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്താം. തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിക്ക് മാറ്റിയപ്പോൾ അന്നത്തെ മഹാരഥന്മാർ പോയത് ചമ്പൽ കാട് വഴിയാണ്. എങ്കിലും മനസ്സിലാവും, ചമ്പൽ താഴ്വെന്ന് മനസ്സിലാവും. ചമ്പൽ കാട് വഴി, കാടൊന്നുമില്ല, അവിടെ 3.5 പൊക്കമുള്ള മൺതിട്ട മാത്രമേ ഉള്ളൂ. അത്രയും ഏക്കർ കണക്കിന് സ്ഥലം കിടന്നിട്ട് അതൊന്നും കാണാതെ നേരെ ഡൽഹി തന്നെ വീണ്ടും കൊണ്ടുവന്നപ്പോഴേ ഇപ്പം അത് ഡൽഹി ശ്വസിക്കാൻ നോക്കിയില്ല. ഞങ്ങൾക്ക് മാസം ഒരിക്കലും കമ്മിറ്റികൾ പോകേണ്ടതാണ്. ഞങ്ങൾക്ക് രാവിലെ പോയിട്ട് വൈകിട്ട് പോരാണ്. അത്ര മോശമായി. മറിച്ച് അത് ആ ചമ്പൽ താഴ്വയിലായിരുന്നെങ്കിലോ ഈ 100 വർഷം കൊണ്ട് ഇന്ന് ലോകത്തെ നമ്പർ വൺ പട്ടണമായേനെ. ഞങ്ങൾ അത് വിട്ട് നിരപ്പാക്കിയിട്ട് ടപ്പിയൊക്കെ കപ്പ കൃഷി ചെയ്താലല്ലോ നമുക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് പ്രോട്ടീനും കിട്ടും. അത് കുറച്ച് പകുതി ഭാഗം വിദേശത്ത് കയറ്റി വയ്ക്കാം. വെറുതെ നിരപ്പാക്കി കപ്പ കിട്ടാൽ മതി. അങ്ങനെ മനുഷ്യ പാദസ്പർശമേൽക്കാത്ത കോടിക്കണക്കിന് ഏക്കർ സ്ഥലം നമ്മുടെ ഇന്ത്യ മാരായിരുന്നു. എന്നിട്ട് നമ്മുടെ അവസ്ഥ ഇന്നും പട്ടിണിയും ദാരിദ്ര്യവും മുറിമുണ്ടും എടുത്തു നടക്കുകയാണ്. അതൊക്കെ വലിയ ഞങ്ങളത് പറഞ്ഞു ഗംഗാ സംഗം പദ്ധതി, ഇതൊക്കെ വലിയ മാറ്റം വരുന്നതാണ്. മുല്ലപ്പെരിയാർ ഇഷ്യൂര് ഒരു പരിഹാരം കാണുക. അങ്ങനെ നീറുന്ന 100 പരിപാടികളും പദ്ധതികളും ഇന്ത്യ മഹാരാജ്യത്ത് നിൽക്കുകയെ
ഈ പ്രതിമകൾ പണിത് ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ തെറ്റ് അല്ലെങ്കിൽ വിരോധാഭാസം വേറെ ഉണ്ടോ? ഞാൻ നമ്മുടെ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ അന്ന് BSPയുടെ മായാവതിയോട് പറഞ്ഞു, മായാവതി പ്രതിമ ഉണ്ടാക്കുക 5000 കോടിയുടെ. ആ 5000 കോടി മുടക്കി കുറേ വീട് വെച്ച് ദളിതിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പണിയാം. ശരി, പ്രതിമ വെച്ചാൽ അതൊരു അസറ്റല്ലല്ലോ, അതിൽ മുതൽക്കൂട്ടാവൂലല്ലോ, ബാധ്യതയല്ലേ. പക്ഷെ ആ മായാവതിക്ക് കത്ത് ചിന്തിക്കാൻ ശക്തിയുള്ളൂ. അത് വെറും രാഷ്ട്രീയ നേതാവ് അവർക്കല്ലോ, കാൻഷാമി പോലും നിലയില്ല, വെറും രാഷ്ട്രീയ നേതാവ്. അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവർക്ക് അവരെ അംബേദ്കർ പ്രതിമ വേണം, അവരുടെ പ്രതിമ വേണം, ആനയുടെ പ്രതിമ വേണം, കാൻഷാമിൻ്റെ പ്രതിമ വേണം. അവിടെ തീർന്നു, ആശയം മുടിക്കും. ഇപ്പോൾ വേസ്റ്റായി കിടക്കല്ലേ. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാജ്യ നന്മയല്ല ഉദ്ദേശിക്കുന്നത്. അവരൊരു പാർട്ടിയെ എങ്ങനെ വളർത്താം, അവരൊരു പാർട്ടിക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാം. അപ്പോൾ അവരൊരു പാർട്ടി വളർന്നതോടൊപ്പം തന്നെ അവരൊരു പാർട്ടി പ്രവർത്തനം വളർത്തണം. അതിലൊക്കെ എടുക്കുകയാണ് എല്ലാ പാർട്ടിയും. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യം ഭരിക്കാനുള്ള കേരളത്തിൽ നമ്മൾ ഈ പല സ്ഥലത്തും ഘട്ടം പണിന്ന് കാണുമ്പോൾ അത് ഇന്ന CPMൻ്റെ ആളാണ്, അത് CPIയുടെ ആളാണ്. പുറത്താരുമില്ല, CPIയുടെ അപൂർവം, ബാക്കി CPMൻ്റെ. അത് CPMൻ്റെ പാർട്ടി. അതാണ് എവിടെ ചെന്നെത്തി. പല കടകൾ, പല ബിൽഡിംഗ് പണി ചെലുത്തുമ്പോഴും പറയുന്നത് അത് സഖാവിൻ്റെ ആണ്, ഇന്ന സഖാവിനെ പറയാം. അതാണ് അവസ്ഥ. അപ്പം ബഹുമാനി, ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രത്യേകം പറയാണ്, നിങ്ങൾ ഇത് കണ്ടു കാണും. നിങ്ങൾ ഇതിന് ശക്തമായ ബോധവൽക്കരണം ഇന്ത്യ ദേശീയ ലെവലിൽ നടത്തിയില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. രാജ്യം പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് രണ്ട് കാര്യം പ്രത്യേകം നിർത്തുകയാണ്. ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നശിക്കാൻ പാടില്ല, അതുപോലെ 20% മുസ്ലിങ്ങളും ശക്തി പറയാൻ പാടില്ല. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ചേർന്നാൽ ഇടിച്ചതിനെ അരിച്ചു പോലെയാവും. അതല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയായി പോകും. അത്ര ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് 1000 നന്ദി. ജയ് ഹിന്ദ്.